വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. നമ്മളപ്പോ സ്പേസ് ടെക്നോളജീന്റെ സ്പേസ് മിഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തു. ഇത് നമ്മളിവിടെ സ്പേസിന്റെ ബാക്കിയുള്ള പോർഷൻസ്, അതായത് ഫിനോമിനൻസ്, ആസ്ട്രോണമിക്കൽ ഫിനോമിനൻസും സ്പേസിൽ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ടെക്നോളജീസിനെ പറ്റിയിട്ടാണ് ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു. സ്പേസ് ടെക്നോളജീന്റെ റെലവൻസ് എത്രയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ അതിനെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. എനിവേ, ഫസ്റ്റ് ടോപ്പിക് എന്താ നമുക്ക് നോക്കാം. യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ. നമുക്ക് എല്ലാവർക്കും എന്താ കൗതുകമുള്ള ഒരു കാര്യമാണ് ഈ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത്, അല്ലെ? പലതരം തിയറീസ് ഉണ്ട്. സിംഗുലാരിറ്റി തിയറി അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി, അങ്ങനെ പല പല തിയറീസ് ഉണ്ട്. അതിൽ ഒരു തിയറിയാണ് ഇപ്പോൾ പലരും പലതും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഒരു തിയറിയാണ് യൂസ് ചെയ്യുന്നത്. ഈ എക്സ്പാൻഷൻ തിയറി എന്നുള്ള രീതിയിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കേസ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ഇപ്പൊ ഈ അടുത്ത് വന്നായിരുന്നു. അതായത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞ ടെലിസ്കോപ്പ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നു വിശ്വസിക്കുന്നു. ആ ഒരു ടെലിസ്കോപ്പിലൂടെ നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് എന്താ ഈ എക്സ്പാൻഷന്റെ റേറ്റ്, അതായത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എപ്പോഴും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ എക്സ്പാൻഷന്റെ റേറ്റ് ഏകദേശം വാല്യൂ നോക്കിയാൽ മതി, 8% ഫാസ്റ്റ് ആണ്. അതായത് പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും 8% ഫാസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഇനീഷ്യലി, അതായത് പ്രെഡിക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹബിൾസ് ലോ എന്ന് പറയുന്ന ലോ ആണ് നമ്മുടെ എക്സ്പാൻഷൻ എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത് ലോ. ഓക്കെ, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് തിയറിറ്റിക്കലി പറഞ്ഞിട്ടൊരു സംഭവം. ആ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റിനെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ ഒരു വാല്യൂ മാത്രം നോക്കിയാൽ 67 മുതൽ 68 km/s പെർ മെഗാ പാസ് ആയിരുന്നു. ആ ഒരു വാല്യൂലാണ് എന്ത് ചെയ്യുന്നത്, ഇത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, അത്രയും വാല്യൂല്. പക്ഷെ ഇപ്പൊ ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ടെലിസ്കോപ്പ് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ 70 to 76%, അതായത് 70 to 76 km/s പെർ മെഗാ പാസ്, ഈ ഒരു വാല്യൂലാണ് നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവിടെ ഒരു എന്താ ഒരു ഡീവിയേഷൻ ഇല്ല, അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ആ കോൺസ്റ്റന്റ് നിന്നും ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലെ? ആ ഡിഫറൻസിനെ വിളിക്കുന്നതാണ് ഹബിൾ ടെൻഷൻ എന്ന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നാസയുടെ JSWT എന്ന് പറഞ്ഞേക്കുന്ന ഇതാണ്, ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൺഫേംസ് ദി ഹബിൾസ് സ്പേസ് ടെലിസ്കോപ്പ് earlier finding that the rate of universe expansion is faster by about 8% എന്നുള്ള രീതിയിൽ. ഓക്കെ, എനിവേ, ഇനി ഹബിൾസ് ലോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. കാരണം ന്യൂസിൽ വന്നത് കൊണ്ട് മാത്രം അത് ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും, അന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹബിൾസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഹബിൾസ് ലോ എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. വാല്യൂ എന്താണെന്ന് അത്രയും ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഏകദേശം വാല്യൂ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ജസ്റ്റ് ബൈഹാർട്ട് ആക്കി ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്. ആ ഒരു വാല്യൂസിൽ ഒന്ന് വലിയൊരു സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല തൽക്കാലം. പക്ഷെ ആ ഒരു ചില ടേംസ് ഉണ്ടല്ലോ, ആ ടേംസിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. എനിവേ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഹബിൾ ടെൻഷൻ എന്താന്ന് പറഞ്ഞു. ഇനി ഈ പറഞ്ഞ എക്സ്പാൻഷന്റെ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നൊക്കെ പറയുന്നത്. അത് രണ്ടെണ്ണമാണ് റീസൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് അതിനെ ഡാർക്ക് എന്ന് വിളിക്കുന്നത്. ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് about 27% ഓഫ് ദി യൂണിവേഴ്സ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിവേ, അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൈപ്പോത്തസിസ് ഫോം ഓഫ് മാറ്റർ ദാറ്റ് ഈസ് ഇൻവിസിബിൾ but is inferred to exist based on gravitational effects on ordinary matters. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോ ഈ പറഞ്ഞ കാര്യം സാധാരണ നമുക്ക് എത്രത്തോളം ഗ്രാവിറ്റേഷൻ എഫക്റ്റ് ഉണ്ടാവും, മാസിനാണല്ലോ, ഒരു മാസുള്ള ഒരു സാധനത്തിനാണല്ലോ നമ്മൾ ഗ്രാവിറ്റേഷൻ എഫക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. ആ ഗ്രാവിറ്റേഷൻ എഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതിൽ അല്ലാത്തൊരു എക്സ്ട്രാ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അതായത് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത എത്രയോ ഒരു എമൗണ്ട് എക്സ്ട്രാ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. കാരണം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സാങ്കല്പികമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, സാങ്കല്പികം ഐ മീൻ ആ ഒരു സെൻസിലാണ് പറഞ്ഞേക്കുന്നത്, ഹൈപ്പോതെസിസ് എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നത്. എനിവേ, ഡാർക്ക് എനർജി എന്ന് പറയുന്നതും അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ്. ഫോം ഓഫ് എനർജി by physicists to explain why the universe is not just expanding but is doing so at an accelerating rate. Just ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക മാത്രമല്ല, അതായത് നമ്മൾ പറഞ്ഞല്ലോ എക്സ്പാൻഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ചുമ്മാ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യല്ല, ഭയങ്കര റാപ്പിഡ് ആയിട്ട്, ഭയങ്കര ആക്സിലേറ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ ആ എക്സ്പാൻഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പറയുന്നത്. അതിന് റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എന്താ ഡാർക്ക് എനർജി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഡാർക്ക് എനർജി 68 അല്ലെങ്കിൽ 69% ഡാർക്ക് എനർജിയാണ് ഓക്യുപ്പൈ ചെയ്തേക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കിവിടെ ഏകദേശം പറയുന്നതിന്റെ ഒരു 5% ആയിട്ടുള്ള മാറ്റർ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. മാറ്റർ, ഞാൻ നേരത്തെ ഡാർക്ക് മാറ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ 5% മാറ്റേഴ്സ്, സാധാരണ മാറ്റർ 5% മാത്രമേ നമുക്ക് കാണപ്പെടുന്നുള്ളൂ. ബാക്കി 95% മാറ്ററും എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് നമ്മൾ ഈ തൊടാനും നമുക്ക് കാണുന്നതുമായിട്ടുള്ള പല മാറ്റേഴ്സും 5% മാത്രമേ യൂണിവേഴ്സിനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എത്രയോ സാധനങ്ങൾ നമുക്ക് അറിയാതെ പോയിട്ടുണ്ട്. അതെന്താണെന്ന് അതിനെ അറിയാത്തത് ആ ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ട് അതിലൊരു പോർഷൻ ആണ് ഈ പറഞ്ഞ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. അത് ആന്റി ഗ്രാവിറ്റി ഫോഴ്സ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, എനിവേ ഇതിന്റെ പ്രൂഫ്, ഇതൊരു മുന്നേ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, പ്രൂഫ് ഓഫ് യൂണിവേഴ്സ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതിന് 2 എണ്ണമാണ് മെയിൻലി, നമ്മൾ 3 എണ്ണം പറയാറുണ്ടെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെഡ് ഷിഫ്റ്റും ബ്ലൂ ഷിഫ്റ്റും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ അകന്നു പോവുകയാണ്, അതാണ് റെഡ് ഷിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബ്ലൂ ഷിഫ്റ്റ് എന്തായിരിക്കും, അപ്പോൾ എല്ലാം നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണെന്നുള്ളത് ഇങ്ങനെയാണ് ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് ഫ്രം ഡിസ്റ്റന്റ് ഗാലക്സീസ് ഇസ് റെഡ് ഷിഫ്റ്റ്. അതായത് ഈ ലൈറ്റ് അതായത് പല ഗാലക്സിന്ന് പല ലൈറ്റ്സും വരുന്നുണ്ട്. ആ ലൈറ്റ് ഒക്കെ എന്താ ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ദൂരെ പോവുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താ, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇവയൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് ദൂരേക്ക് ഇങ്ങനെ പോകുന്നതിന്റെ റീസൺ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്, CMB എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതും എന്താണ്, റേഡിയേഷൻ ലെഫ്റ്റ് ഓവർ ഫ്രം ആ ഒരു ബിഗ് ബാങ് തിയറിന്റെ ഒരു കേസിൽ ഉണ്ടായത് ബാക്കിയുള്ള റേഡിയേഷൻസ് അത് നമുക്ക് ഇവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളതാണ് ഈ പറഞ്ഞ തിയറി. ഓക്കെ, ഇനി മറ്റ് പ്രൂഫ് എന്ന് പറയുന്നത് സൂപ്പർനോവ ഒബ്സർവേഷൻസും ഗ്രാവിറ്റേഷണൽ വേവ്സ് ഒബ്സർവേഷൻസും. ഈ ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ലിഗോ എന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയും 2016 ആ സമയത്തെങ്ങാണ്ട് നമ്മളത് ഏകദേശം കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും പറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അറിയാനുള്ള ആ ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഗ്രാവിറ്റേഷൻ വേവ്സിന്. അത് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ യൂണിവേഴ്സിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ പലതരം എക്സ്പെരിമെന്റ്സ്. എനിവേ ആ ഒരു കേസ് ഉണ്ടല്ലോ, നമുക്ക് ടെക്നോളജി എന്നുള്ള ഒരു പോർഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് നമുക്ക് നോക്കാം എന്തായാലും. എനിവേ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്ക് ഹോൾ. എനിവേ ഈ ഒരു കേസ് പറഞ്ഞൊരു സ്ഥിതിക്ക് നമുക്ക് ബ്ലാക്ക് ഹോൾ എന്താണെന്ന് പറയണം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ ബ്ലാക്ക് ഹോൾസ് എന്താണെന്നൊക്കെ. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി അനുഭവപ്പെടുന്ന ഒരു ഏരിയ ആണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. പൊതുവെ വലിയ സ്റ്റാർസ് ഉണ്ടല്ലോ നമ്മുടെ, ഈ സ്റ്റാർസ് ഒക്കെ ലൈഫ് സൈക്കിൾ തീരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഡൈ ഔട്ട് ചെയ്യുന്ന സമയത്ത് അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതിന് ചുറ്റുമുള്ള സാധനങ്ങളെ അതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞ ബ്ലാക്ക് ഹോൾസ് ഉണ്ടാവുന്നതാണ് തിയറി. മറ്റൊരു തിയറി ആക്ച്വലി അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഐൻസ്റ്റീൻ്റെ ഒരു തിയറി ഉണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സ്പേസ് ടൈം ഫാബ്രിക് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തുണിയുടെ ഒരു പോർഷൻ എടുത്ത് ജസ്റ്റ് ഒരു നൈലോണിന്റെ ഒരു ക്ലോത്ത് എടുത്തിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ വിരിച്ചേക്കാം. അങ്ങനെ നൈസായിട്ട് നല്ല അയൺ ചെയ്തിട്ടൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ പല ഡിപ്രഷൻസും ഒരു അപ്വേർഡും ഒക്കെ ഉണ്ടാവുമല്ലോ. അതാണ് നമ്മുടെ സ്പേസ് എന്നുള്ള രീതിയിലാണ് സങ്കല്പിക്കുന്നത് വെച്ചോളൂ. അതില് ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം വിട്ടിട്ടുണ്ടെങ്കിൽ എന്താവും, അവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടാവുമല്ലോ. ആ ഡിപ്രഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗ്രാവിറ്റി എന്ന്. ഓക്കെ, ആ ഡിപ്രഷൻ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ എന്താവും, അതായത് ഭയങ്കര ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സാധനം ആ പരിസരത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡിപ്രഷനിലേക്ക് പോകുമല്ലോ. അങ്ങനെ ഏരിയാസിനെ നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ മെറ്റീരിയൽസും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിന് ചുറ്റും ഇങ്ങനെ ഈ ബ്ലാക്ക് ഹോളിന്റെ അവിടെ ഭയങ്കര ഗ്രാവിറ്റി അല്ലേ, ആ ഗ്രാവിറ്റിയുടെ ആ ഭാഗത്തോട്ട് പോകുന്ന സമയത്ത് തന്നെ എന്താവും, ഇങ്ങനെ കറങ്ങും. നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി, ഒരു കുഴി ഉണ്ടെന്ന് വിചാരിക്കുക, കുറച്ച് കേർവ് ആയിട്ടുള്ള ഒരു കുഴി. ആ കുഴിയുടെ ഭാഗത്ത് എത്തിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ കറക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കുറേ പോയി അതിലേക്ക് ഇങ്ങനെ വീഴുമല്ലോ. ആ ഒരു പരിപാടിയാണ് പറയുന്നത്. ആ കുഴീനെ നമ്മൾ വിളിക്കുന്നത് ബ്ലാക്ക് ഹോൾ എന്ന്. ഓക്കെ, ഈ ബ്ലാക്ക് ഹോളിന് പല പല പോർഷൻസും നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒന്നാണ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റർ ആ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആ സെന്ററിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തോട്ട് പോയി, പിന്നെ തിരിച്ചൊന്നും കിട്ടില്ല എന്നാണ് സിംഗുലാരിറ്റിയുടെ ഒരു കേസ്.
ദ പോയിന്റ് വേർ ഹോൾ മാസ് ഓഫ് എ ബ്ലാക്ക് ഹോൾ ഈസ് കോൺസെൻട്രേറ്റഡ്. ഭയങ്കര മാസമാണ്. നമ്മൾ പറഞ്ഞ ആ സ്പേസ് ഫാബ്രിക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ സ്പേസ് ഫാബ്രിക്കിൽ ഒരു പോയിന്റ്, ഭയങ്കര മാസമുള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കുഞ്ഞു ബോളാണ്. ഈ ബോള് ഭയങ്കര വെയിറ്റ് ആണെന്ന് വിചാരിക്കുക, ഏകദേശം ഒരു 100-150 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ തുണിക്കകത്ത് ഇടുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്താവും, നല്ല കുഴിയായിട്ട് മാറും അല്ലെ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടാൽ മതി, ആ തുണിയിൽ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കുഴിയായി മാറും. ആ കുഴി അപ്പൊ ആ ഒരു ചെറിയ സ്പേസിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ ഉണ്ടായി. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ പോയിന്റിനെയാണ് വിളിക്കുന്നത് സിംഗുലാരിറ്റി എന്ന്. ഓക്കെ, അതിന്റെ ആ സെൻട്രൽ പോയിന്റ്. ഇനി ഫോട്ടോൺ സ്പിയർ എന്ന ദ ഔട്ടർ എഡ്ജ് വേർ ദി ലൈറ്റ് ബെൻസ് ബട്ട് ഇസ് സ്റ്റിൽ എസ്കേപ്പബിൾ. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഇങ്ങനെ ആ ഒരു കുഴിയല്ലേ, ആ കുഴിയുടെ ചുറ്റും ഇങ്ങനെ ഒരു കേവ് ഉണ്ടാവും. ആ കേവിന്റെ തൊട്ട് മുകളിൽ അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 അതിലേക്ക് വീഴുന്നത്. ആ കറക്കത്തിന്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു വളവിൽ ആ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവില്ല, ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഭാഗമാണ് പറയുന്നത് ഫോട്ടോൺ സ്പിയർ എന്ന്. അവിടെ ലൈറ്റിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അവിടെ എത്തി അതിന് തിരിച്ചു വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ അതിനകത്തോട്ട് വീഴാം. ആ ഒരു പോയിന്റ് ആണ്. അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു എന്നുള്ള ഒരവസ്ഥ. അതാണ് പറഞ്ഞ ഫോട്ടോൺ സ്പിയർ. ഇനി അടുത്തെന്താ ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോക്കില്ല. അതായത് നമ്മൾ ആ ഒരു വട്ടം ഉണ്ടല്ലോ, ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ആ ഡയഗ്രാം തന്നെ നോക്കിയാൽ തന്നെ മതി. ഇല്ല, ഇപ്പൊ ഈ വട്ടത്തിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഭാഗത്തില് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവും, താഴോട്ട് പോയി അല്ലെ. അതിന് പകരം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എല്ലാ ബോഡീസും ഇങ്ങനെ കറങ്ങി 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 ഇറങ്ങി അവസാനം ഇതിലേക്ക് വീഴും. അതിലൊരു സംശയമില്ല. അപ്പൊ ഈ വീഴുന്നതിന് ഈ ഒരു ഏരിയ, ഇതാണ് പോളാർ എന്ന് പറഞ്ഞ ആ ഒരു നമ്മൾ പറഞ്ഞ ഫോട്ടോൺ സ്ഫിയർ എന്ന് പറഞ്ഞ ഭാഗം. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഈ ഒരു പോയിന്റ് എത്തി വിചാരിക്കാം, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും പറഞ്ഞ ഡിപ്രഷനാണ്. ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീഴും. നമ്മൾ ഈ ചുഴലിയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ഈ വോട്ടെക്സ് എന്ന് പറയുന്ന സാധനം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവുക, അതേപോലെ തന്നെയാണ്. ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടുപോയി. ഓക്കെ, അതാണ് അവസ്ഥ. ഇനി ആക്സലേഷൻ ഡിസ്ക് എന്ന് പറയുന്ന ഒരു സാധനം. ഇറ്റ് ഈസ് എ ഡിസ്ക് ഓഫ് ഗ്യാസസ്, ഡസ്റ്റ്, സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ദാറ്റ് ഫോൾ ഇൻ ടു ദി ഓർബിറ്റ് ഓഫ് എ ബ്ലാക്ക് ഹോൾ. ഓക്കെ, ഇത് ശരിക്കും ഇതിൽ ഞാൻ മെൻഷൻ ചെയ്ത് നമ്മുടെ ഈ വലിയ വരയില്ലേ, അതായത് ഈ പറഞ്ഞ വലിയൊരു സർക്കിൾ, ഈ വലിയ സർക്കിളിനാണ് നമ്മൾ വിളിക്കുന്നത് ആക്രേഷൻ ഡിസ്ക് എന്ന്. ഓക്കെ, ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളിന്റെ കംപ്ലീറ്റ് ഏരിയയിലോട്ട് അത് മാറി. അതിനകത്തോട്ട് വരുന്നതിനാണ് പറഞ്ഞത് കണ്ടോ, ഡിസ്ക് ഓഫ് ഗ്യാസസ്, ഡസ്റ്റ്, സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. ഇതിനുള്ളിലേക്ക് വരികയാണ്. ആ ഒരു മൊത്തമുള്ള ഒരു കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് പറഞ്ഞ ഡിസ്ക്. ഓക്കെ, ഈ ഒരുപാട് എന്താ പറയുന്ന ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പല പല പോയിന്റ് ഒക്കെ എടുത്തിട്ട് പറയാൻ പറ്റും. അത്രയും റെലവൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ് ഉദ്ദേശം. വീണ്ടും ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതൊന്ന് ലോജിക്കലി ക്രാക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, മറ്റൊന്നും രീതിയിലൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോ ബ്ലാക്ക് ഹോൾ പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെന്റ് ഒരു ന്യൂസിൽ വന്ന ഒരു കേസാണ് ഗയ BH3 എന്ന് പറഞ്ഞിട്ട്. ഇത് വൺ ഓഫ് ദി ബിഗ് ബ്ലാക്ക് ഹോളിലെ ഒന്നാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ആസ്ട്രോണമേഴ്സ് ഹാവ് ഡിസ്കവേർഡ് ഗയ BH3 ബ്ലാക്ക് ഹോൾ 3 എന്നുള്ള ഉദ്ദേശിക്കുന്നത് ദ ലാർജസ്റ്റ് നോൺ സ്റ്റെല്ലാർ മാസ് ബ്ലാക്ക് ഹോൾ ഇൻ ദ മിൽക്കി വേ. നമ്മുടെ ആകാശഗംഗയിൽ തന്നെയാണുള്ളത്. ലൊക്കേറ്റഡ് ഇൻ ദി കോൺസ്റ്റലേഷൻ അക്വില. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിൽ മാർക്ക് ചെയ്തേക്കുന്ന ബ്ലൂ കളറിലെ കോൺസ്റ്റലേഷൻ, ഏത് കോൺസ്റ്റലേഷൻ ആണോ എന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിലിപ്പോ ഗയ BH1 ഞാൻ കൊടുത്തിട്ടുണ്ട്, BH2 കൊടുത്തിട്ട്, ഐ മീൻ സൈനസ് X1 കൊടുത്തിട്ടുണ്ട്, BH3 കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര ഡിഫറൻസ് കണ്ടോ. ഫസ്റ്റ് ഗയയിലാണെങ്കിൽ 10 സോളാർ മാസസ് ആണ് ഉള്ളത്. സൈനസിലാണെങ്കിൽ 21 ആണ്. ഗയ BH3യിലേക്ക് എത്തിയപ്പോൾ 33. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഭയങ്കര ബിഗസ്റ്റ് ആണെന്നുള്ളത് കൂട്ടത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചതിൽ കൂട്ടത്തിലുള്ളത്. ഇനി ദിസ് മാർക്സ് ദി തേർഡ് ബ്ലാക്ക് ഹോൾ ഫൗണ്ട് യൂസിങ് ദി ഗയ ടെലിസ്കോപ്പ്. അതുകൊണ്ട് തന്നെയാണ് ആ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അതിന് ആ പേരും കൊടുത്തേക്കുന്നത്. ഓക്കെ, ഗയ ടെലിസ്കോപ്പ് ഓഫ് ആരുടെയാ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA ആണ് ഇത് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും വലുതാണ്, ആര് കണ്ടുപിടിച്ചു, എന്തുപയോഗിച്ച് കണ്ടുപിടിച്ചു, ഏത് കോൺസ്റ്റലേഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി മറ്റൊരു വീണ്ടും ഇതിൽ റെലവൻസ് ഉള്ള ഒരു കാര്യമാണ് V404 സൈനി സിസ്റ്റം. ഇപ്പൊ നമ്മൾ സൈനസിനെ പറഞ്ഞല്ലോ, ഈ സൈനസ് കോൺസ്റ്റലേഷനിലുള്ള ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞ ആൾ. ശരിക്കും ബിലീവ് ടു ബി, ഇത് മുൻകാലങ്ങളിൽ ഇത് വിചാരിച്ചത് ഈ പറഞ്ഞത് V404
സൈനി എന്ന് പറയുന്നത് ഒരു ബൈനറി സിസ്റ്റം ആണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, അത് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പറയുന്നത്, ബ്ലാക്ക് ഹോൾസ് ഈ പറഞ്ഞ ബൈനറി സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്ന ഏതർ ഒരു ബ്ലാക്ക് ഹോൾ മറ്റൊരു ബ്ലാക്ക് ഹോളിന്റെ കൂടെ ഒരു പെയർ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബ്ലാക്ക് ഹോൾ ഒരു മറ്റൊരു സ്റ്റാറിന്റെ കൂടെ പെയർ ആയിട്ട് നിൽക്കും. ഓക്കെ, അതാണ് ബൈനറി സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ റീസെന്റ് കണ്ടുപിടിച്ചത് ഇതൊരു ബൈനറി സിസ്റ്റം അല്ല, ഒരു 3 സിസ്റ്റം ആണെന്നുള്ളത്. ട്രിപ്പിൾ സിസ്റ്റം എന്നുള്ള രീതിയിലാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇപ്പൊ നമുക്ക് തിരിച്ചറിഞ്ഞത്. ഓക്കെ, ഈ ട്രിപ്പിൾ സിസ്റ്റത്തിനകത്ത് 2 സ്റ്റാറും ഒരു ബ്ലാക്ക് ഹോൾ എന്നുള്ള രീതിയിലുള്ളത്. ഓക്കെ, മെനി ബ്ലാക്ക് ഹോൾസ് ആർ ഫൗണ്ട് ഇൻ ബൈനറി സിസ്റ്റം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിത്ത് അനദർ സ്റ്റാർ ഓർ ബ്ലാക്ക് ഹോൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇയാള് V404 എന്ന് പറയുന്നത് ഒരു 2 സ്റ്റാർ 1 ബ്ലാക്ക് ഹോൾ സിസ്റ്റം ആണ്. 3 ആൾക്കാരുണ്ട്, 2 സ്റ്റാറും ഒരു ബ്ലാക്ക് ഹോൾ ആണ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2 സ്റ്റാർ ആണ്, കാരണം അവിടെ വേണമെങ്കിൽ ഒന്ന് മാറ്റി തരാം, അല്ലെങ്കിൽ 2 ബ്ലാക്ക് ഹോൾ 1 സ്റ്റാർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ തരാം, അത്രേ ഉള്ളൂ. ഇനി നിയറസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് 6.5 ദിവസം കൊണ്ട് കറങ്ങി തീരും. മറ്റേതാണെങ്കിൽ ഏകദേശം 70,000 വർഷം എടുക്കും. വ്യത്യാസം മനസ്സിലായാലോ എത്ര ദൂരം ഉണ്ടെന്നുള്ള രീതിയിൽ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത് അത്രയും റെലവൻസ് ഒന്നുമില്ല എത്ര ദിവസം എടുക്കുന്നുള്ളതൊന്നും. ആക്ച്വലി എത്ര സ്റ്റാർ 2 സ്റ്റാറും ഒരു ബ്ലാക്ക് ഹോൾ എന്നുള്ള രീതിയിൽ നോക്കുക. ഏത് കോൺസ്റ്റലേഷൻ ആണ് ഞാൻ പറഞ്ഞപ്പോൾ സൈനസ് ആണ് കേട്ടോ. V404 Cygni, one of the oldest black holes known, which is 9 times larger than the sun. ആക്ച്വലി എത്രത്തോളം സണ്ണിനേക്കാൾ എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് റെലവൻസ് ഒന്നുമില്ല. അതുപോലെ 8,000 ലൈറ്റ് ഇയേഴ്സ് അവേ ഫ്രം എർത്ത്, അതും വലിയ റെലവൻസ് ഒന്നുമില്ല. നമുക്ക് ഞാൻ പറഞ്ഞ പോയിന്റ്സ് മാത്രം നോക്കി വെക്കാം, ഏത് കോൺസ്റ്റലേഷൻ ആണെന്നും അതുപോലെ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി മേ ബി ഇത് V404 സൈനി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ സൈനി സിസ്റ്റം. ഓക്കെ, അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന അങ്ങനെ ഉള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, അത് എന്താണെന്ന്. 404 404 എറർ ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടിങ്ങിൽ അല്ലെങ്കിൽ IT-യിലുള്ളതാണെന്നൊക്കെ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കരുത്, ഇത് ബ്ലാക്ക് ഹോളിന്റെ ആണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൺഫ്യൂസ് ചെയ്ത് തരാം. സ്പേസ് ഡെബ്രിസ് ആക്ച്വലി ഇതൊരു വലിയൊരു ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ മനുഷ്യരെല്ലാവിടെയും പോയിട്ട് പ്രശ്നക്കാരായിക്കൊണ്ടിരിക്കുക, സ്പേസിൽ വരെ നമ്മൾ പ്രശ്നക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഡെബ്രിസ് എന്താണെന്ന് അറിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒരു വാർ പോലെയാണ്, സ്പേസ് വാർ പോലെയാണ്. എല്ലാവർക്കും സ്പേസ് കീഴടക്കണം. ആരാദ്യം പോകും, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് പോകുന്നു. ഇപ്പൊ നമ്മൾ 4ാമത് മറ്റേ മൂണിലേക്ക് പോയി, നമ്മൾ സെക്കൻഡ് ചന്ദ്രയാൻ 2 എന്ന് പറഞ്ഞാൽ ക്രാഷ് ലാൻഡ് ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മുടെ ഫെയിലിയർ ആവുന്നുണ്ട്. ഇതുപോലെ എത്ര ആൾക്കാരുടെ ഫെയിലിയർ ആവും, അല്ലെങ്കിൽ യൂസ് ചെയ്ത സാധനം അതിന്റെ ഒരു ലൈഫ് ടൈം തീരുമ്പോൾ എന്താവുന്നു എന്നുള്ളതൊന്നും ആർക്കും ഒരു വലിയൊരു കൺസേൺ അല്ല. പക്ഷെ കൺസേൺ അല്ലാന്ന് തീർത്തു പറയാൻ പറ്റില്ല, കൺസേൺ അല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു കാലത്ത് ഞാൻ പറഞ്ഞ 1950s മുതൽ 1970s എന്നൊക്കെ പറയുന്നത് ആക്ച്വലി സോവിയറ്റ് യൂണിയന്റെ ഒരു ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഈ സ്പേസിൽ. അതിനുശേഷം ചുമ്മാ ഒരു വെല്ലുവിളിക്കായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് അന്ന് കാലത്ത് പറഞ്ഞത്, ഞങ്ങളും സ്പേസിൽ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ പോവുകയും അതുപോലെ നാസ ശക്തിപ്പെടുകയൊക്കെ ഉണ്ടാവുമായിരുന്നു. അതൊരു വാശിപ്പുറത്താണ് ചെയ്തു തുടങ്ങിയത്, അതല്ലാതെ അതിനോട് താല്പര്യം ഉണ്ടായിട്ടല്ലായിരുന്നു. എന്നാൽ ഇവരെക്കാൾ മുന്നേ അവിടെ എത്തുകയും ഇവരെക്കാളും മുന്നേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരെക്കാളും കുറച്ചും കൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് അവിടെ എത്താനും തുടങ്ങി. പിന്നെ അത് തമ്മിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് ആരെത്തും, ഇനി ആരെന്ത് പുതിയത് കാണിക്കും, ആരെന്ത് പുതിയ ടെക്നോളജി അവതരിപ്പിക്കും എന്നുള്ള രീതിയിൽ വരാനും തുടങ്ങി. അവിടെ പുതിയ ആൾക്കാർ, ഇന്ത്യ ചൈന എന്ന് പറയുന്ന പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടേതായ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആക്ച്വലി ഇങ്ങനെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാറാം. ആ ഒരു കാലഘട്ടത്തിൽ ഈ 2000 ആ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഏകദേശം മനസ്സിലാവുന്നത് സ്പേസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ വരാതെ, സ്പേസിൽ നമ്മൾ വിക്ഷേപിക്കുന്ന പല സാധനങ്ങളും അവിടെ ഇങ്ങനെ വേസ്റ്റ് ആയി കിടക്കുകയാണ്. ഈ പറയുന്നതിനാണ് സ്പേസ് ഡെബ്രിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് എന്താ പ്രശ്നം? വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് എടുത്തോളൂ. ആ സാറ്റലൈറ്റ് ഇങ്ങനെ നമ്മുടെ എർത്തിന് ചുറ്റും ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതാണ്, നാവിഗേഷനോ കമ്മ്യൂണിക്കേഷനോ എന്തെങ്കിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അവിടെ എവിടെയും പൊട്ടിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ വന്ന് ഇതിന്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ എന്താവും? പ്രശ്നമാവില്ലേ? അത് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ആ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് തന്നെ വേണമെങ്കിൽ ഡാമേജ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ സാറ്റലൈറ്റ് സിസ്റ്റത്തിന് കംപ്ലീറ്റ് ഡാമേജ് ഒക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ്, ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവം. കാരണം ആ മൊഡ്യൂൾസിന്റെ ഒക്കെ സൈസ് അല്ല, അതിന്റെ ആ ഒരു ഫങ്ഷനാലിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ ഡെലിക്കേസി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സെൻസിറ്റീവാണ്. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ പോയി തട്ടിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് ആലോചിച്ചാൽ മതി. ഇനി ഒന്ന് നോക്കിക്കുക, ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് കൺട്രീസിന്റെയാണ്
ഡെബ്രിസ് കിടക്കുന്നത് 2022 ഒരു ഡാറ്റയാണ്. ഈ റഷ്യ ആണെങ്കിൽ US ആണെങ്കിൽ ചൈന ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇതിൽ മുൻപന്തിയിൽ തന്നെ കിടപ്പുണ്ട്. ഇനി ഇത് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. ഇതെങ്ങനെ ഡീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിൽ UN തന്നെ ഇതിനെ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ എക്സാമിന് ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഞാൻ കുറച്ചൊന്ന് ഓവർ ടോപ്പിക്കായി പോയിന്നുണ്ടെങ്കിലും ഈ സ്പേസ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സ്പേസ് ഡെബ്രിസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് അറിയേണ്ടത് ഏതൊക്കെ ഇനീഷ്യേറ്റീവ് എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ISROന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉള്ള സ്ഥിതിക്ക് അത് എന്തായാലും നോക്കണം. എനിവേ UN-ന്റെ ആണെന്നുണ്ടെങ്കിൽ കോപ്പസ് എന്ന് പറയും കേട്ടോ. അതിന്റെ UN ജനറൽ അസംബ്ലിയുടെ ഒരു ഇതാണ്. പിന്നെ ഒന്നാണ് നേത്രയാണ് ആരുടെ? ISROന്റെ. അപ്പൊ ISROന്റെ നേത്രയും നോക്കുക. ഇതുപോലെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇതിൽ ഞാൻ UN-ന്റെ അതുപോലെ ISROന്റെ മാത്രം എടുത്ത് വെച്ചെന്നുള്ളൂ. കാരണം നമുക്ക് അവിടെ നിന്നായിരിക്കും കൂടുതൽ വരിക. ഒരുപാടുള്ളതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് ഭയങ്കര വാസ്റ്റ് അല്ലേ. അപ്പൊ അവിടെ നിന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ വലിയ ഏതെങ്കിലും പ്രോമിനന്റ് ബോഡീസിന്റെ ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ISROന്റെ ചോദിക്കാം. നാസ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നാസയുടെ ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ അത് വലിയ രീതിയിൽ എടുക്കാത്തത്. ആക്ച്വലി ഇന്ത്യ ഇപ്പൊ ISROന്റെ നേത്രയുടെ ഈ ഒരു പറഞ്ഞ കേസ് ഭയങ്കര റെലവൻസ് വരുന്നുണ്ട്. ബാക്കിയുള്ളവരെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു സിസ്റ്റമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏർലി വാർണിംഗ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. മറ്റവർ അങ്ങനെയല്ല, കൊളീഷനും അതിന്റെ ഒരു ഇതൊക്കെ നോക്കാനുള്ള രീതിയിലൊക്കെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ഏർലി വാർണിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നേക്കുന്നത്. ഓക്കെ, എനിവേ ഞാൻ റീസൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാനറ്ററി ഡിഫൻസ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്ലാനറ്റിന് എതിരെ പല ആസ്ട്രോയിഡ്സും വരുന്നുണ്ട്. ആസ്ട്രോയിഡ് എന്താണെന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ആസ്ട്രോയിഡ്സും ഇങ്ങനെ വരും. ഈ അടുത്ത് തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു ആസ്ട്രോയിഡ് ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ എർത്തിലേക്ക് വന്ന് പതിയാനും എർത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതിന്റെ പാത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലും, എന്നാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഈ പ്ലാനറ്ററി ഡിഫൻസ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ആസ്ട്രോയിഡിന്റെ പേരും കൂടെ വരുന്നത് കൊണ്ടാണ് ഇതെടുത്ത് പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഒരു ഇനീഷ്യേറ്റീവ്സ് മാത്രം നോക്കിയേക്കുക. എന്താ പ്ലാനറ്ററി ഡിഫൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്ലാനറ്റിനെതിരെ വരുന്ന ആസ്ട്രോയിഡ്സ്, ഓക്കെ, പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് നിയർ എർത്ത് ഓർബിറ്റൽസ് എന്നുള്ള രീതിയിലാണ് NEO എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആസ്ട്രോയിഡ്സും കോമറ്റ്സ് ഒക്കെ വന്നിട്ട് തട്ടുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്ലാനറ്ററി ഡിഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്ന ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എൻഡാർട്ട് ആണ്. ഓക്കെ, നാസയുടെ ആണ് എൻഡാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. എൻഡാർട്ട് വേറെ ഉണ്ട്, ഇത് നാസയുടെ ഡാർട്ട്, നമ്മുടെ ഇന്ത്യയിൽ വേറെ ഉണ്ട്. ഓക്കെ, ഇത് എൻഡാർട്ട് ഏതൊക്കെ ആസ്ട്രോയിഡാന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഡൈമോഫോസും അതുപോലെ തന്നെ ഡിഡിമോസ് എന്ന് പറയുന്ന 2 ആസ്ട്രോയിഡ്സിനെതിരെയാണ് അൻഡാർട്ടിന്റെ. അതായത് എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി തട്ടി പൊട്ടിച്ച് കളയുക എന്നുള്ളതല്ല, അത് വരുന്നതിന് മുന്നേ അതിനെ പോയി ടാർഗറ്റ് ചെയ്യുക, അതായത് അതിനെ പഠിക്കുക, അതിന്റെ ഉദ്ദേശം, അതിന്റെ ആ ഒരു രൂപം എന്താണ്, അതുകൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവാം, അതിനെതിരെ നമ്മൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ അത് വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ചിലതൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇല്ലാതായിക്കോളും. അത് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എത്തുന്ന സമയത്ത് തന്നെ അതിങ്ങനെ ഇതായിപ്പോളും, ഫ്രിക്ഷൻ കാരണം ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, നമ്മൾ വെറുതെ നമ്മുടെ എനർജി കൊണ്ട് കളയണോ എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പോകുന്നത് കേട്ടോ. ഇനി രണ്ടാമത്താണ് ഒസിരിസ് റെക്സ് ഉണ്ട്. അത് ബെന്നു എന്ന് പറഞ്ഞ ഒരു ആസ്ട്രോയിഡിനെ പഠിക്കാനാണ് പോയത്. അത് പഠനം കഴിഞ്ഞു. അതിനുശേഷം അതേ ഇത് തന്നെ വെച്ചിട്ട് അടുത്തൊരാളിലേക്ക് പോയിട്ടുണ്ട്, അപ്പോഫിസ് എന്ന് പറഞ്ഞിട്ട്. അത് അപ്പോഫിസ് ആണ് ആക്ച്വലി ന്യൂസിൽ വന്നത്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു പറഞ്ഞ പ്ലാനറ്ററി ഡിഫൻസിന് ഇമ്പോർട്ടൻസ് വന്നത്. അപ്പോൾ ഒസിരിസ് അപ്പെക്സ് എന്നുള്ളതാണ് അവരുടെ പേര്. മുമ്പുണ്ടായിരുന്ന ഒസിരിസ് റെക്സ് ആണ്. ആ റെക്സ് പോയത് ബെന്നു, BENNU എന്ന് പറയുന്നതാണ് ഒസിരിസ് റെക്സിന്റെ. ഇനി അടുത്തതാണ് നിയോ കോർഡിനേഷൻ സെന്റർ എന്നുള്ള പറയുന്നത് ആരുടെയാണ്? ESAയുടെ ആണ് കേട്ടോ. ഞാൻ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തരുന്നില്ല, കാരണം നമുക്ക് ക്രിസ്പായിട്ട് കാര്യങ്ങൾ മതി, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. ഇനി മറ്റൊന്നാണ് റാംസെസ് എന്ന് പറയുന്നത്. അതാരുടെയാ? വീണ്ടും ESAയുടെ ആണ് കേട്ടോ. ഓക്കെ, ESAന്റെ. ഇനി ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് വാർണിംഗ് നെറ്റ്വർക്ക് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് പ്ലാനറ്ററി ഡിഫൻസിൽ വന്നേക്കുന്നത്. ഇതിന്റെ മെയിൻ ഉദ്ദേശം, ഇതിപ്പോ ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ആക്ച്വലി ISRO ഇതുവരെ
ഇതൊരു വലിയൊരു വിഷയമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. വലിയൊരു വിഷയമായിട്ട് കണ്ടില്ല, വിഷയമായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ വലിയൊരു വിഷയമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ അടുത്തൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്ലാനറ്ററി ഡിഫൻസും നമ്മുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. 2029 ആവുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളും ഈ പറഞ്ഞ മെയിൻലി അപ്പോഫീസ് ആട്ടോ ഈ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അപ്പോഫീസ് ന്യൂസിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഉദ്ദേശം അതുകൊണ്ടാണ്. ഈ പറഞ്ഞ അപ്പോഫീസ് എന്ന് പറഞ്ഞ ആള് എവിടെ പോയി, ഈ അപ്പോഫീസ് എന്ന് പറഞ്ഞ ആള്, ഈ അപ്പോഫീസിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോഫീസിനെ പഠിക്കാൻ 2029 ആകുമ്പോഴത്തേക്കും ISRO സജ്ജമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നെക്സ്റ്റ് കേസ് വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ടോപ്പിക് കേട്ടോ ഇത്. വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ആക്ച്വലി എർത്തിന്റെ മാഗ്നറ്റോസ്ഫിയറിലും അതുപോലെ സൂര്യന്റെ സോളാർ റേഡിയേഷൻസും കാരണം ഉണ്ടാവുന്ന ഒരു ഒരു എനർജി അല്ലെങ്കിൽ നമുക്ക് അയോണൈസ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതാണ് വാക്ക് കേട്ടോ. ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ ഒരു ബെൽറ്റിനെയാണ് വിളിക്കുന്നത് വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന്. ജസ്റ്റ് ഒന്ന് വായിക്കുവാണേ. വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് ഇസ് എ സോൺ ഓഫ് എനർജറ്റിക് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഞാൻ അതാണ് പറഞ്ഞത്, എനർജറ്റിക് ചാർജ്ഡ് പാർട്ടിക്കിൾസ് മോസ്റ്റ് ഓഫ് വിച്ച് ഒറിജിനേറ്റ് ഫ്രം ദി സോളാർ വിൻഡ്. ആ ഒരു സോളാർ സിസ്റ്റം സണ്ണിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് വരുന്നത്. ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എർത്തിന്റെ ഇവിടെ പ്ലാനറ്റിനെ കൊടുത്തിട്ടുള്ളൂ. ആക്ച്വലി നമ്മൾ എർത്തിന്റെ ആ ഒരു ഭാഗത്ത് അവരുടെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇങ്ങനെ ക്യാപ്ചർ ആയി പോവാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടുപോവാണ്. അതുകൊണ്ട് ആ മൊത്തത്തിലുള്ള ഒരു ബെൽറ്റ് ആണ്. ഇതിന്റെ 2 ഏരിയ ആണുള്ളത്. ഒന്ന് ഔട്ടറും ഒരു ഇന്നറും. ആ ഔട്ടർ ബെൽറ്റിൽ കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എനർജി പാർട്ടിക്കിൾസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം അല്ലേ, പുറത്തുനിന്നല്ലേ വരുന്നത്, സണ്ണിന്റെ അടുത്തുള്ളതല്ലേ. അപ്പോൾ അവിടുന്ന് വരുന്ന ഹൈ എനർജി പാർട്ടിക്കിൾസും, അതേപോലെ ഇന്നർ ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള കോസ്മിക് റേസും ആണ് വരുന്നത്. ഇവിടുന്ന് എർത്ത് നിന്നുള്ള കോസ്മിക് റേസും ആണ് വരുന്നത്. ഇതാണ് ആ ബെൽറ്റ്. ജസ്റ്റ് ഞാൻ ഒരു ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്നർ ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ഇന്നർ ബെൽറ്റിലാണ് പറഞ്ഞത് എർത്തിന്റെ കോസ്മിക് റേസ്. ഇവിടുന്ന് കോസ്മിക് റേസ് ഉണ്ടാവും. അതേപോലെ ഈ ഔട്ടർ ബെൽറ്റ് എന്ന് പറയുന്നതാണ് എന്ത് പറഞ്ഞത്, നമ്മുടെ സണ്ണിന്റെ റേസ് കാരണം ഉണ്ടാവുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇതാണ് വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ജസ്റ്റ് ലൈൻ എന്താണ് വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് എന്താണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അത് അറിഞ്ഞു വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇതിന്റെ ആ ഒരു ഇതാണ് അങ്ങനെയാണെന്ന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എന്താണ് എനർജി പാർട്ടിക്കിൾസ് ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എവിടെയാ, ഒരു പ്ലാനറ്റിനും മറ്റൊരു സണ്ണിന്റെ ഇടയിലായിരിക്കും എന്നുള്ള രീതിയിലും കൂടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ഡാർക്ക് കോമറ്റ്. എല്ലാവർക്കും കോമറ്റ് എന്താണെന്ന് അറിയാം അല്ലെ, പാൽ നക്ഷത്രം എന്ന് പറയും. അപ്പൊ ഈ ഡാർക്ക് കോമറ്റില് ഡാർക്ക് ആയിരിക്കും, അതായത് ഈ പറഞ്ഞ നമ്മുടെ ആ ലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ഇങ്ങനെ തിളങ്ങുന്ന ഭാഗം കാണില്ല. അത് ശരിക്കും നമുക്ക് കാണുമ്പോൾ ഒരു മീറ്റിയോർ പോലെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ അതൊരു മീറ്റിയോർ അല്ല, അതിന് പകരം എന്താണ് ഒരു ഡാർക്ക് കോമറ്റ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നുള്ളത് നോക്കാം. ദേ ആർ സെലസ്ഷ്യൽ ബോഡീസ് വിച്ച് ലാക്ക് ദ ഗ്ലോയിങ് ടേൽസ് ആൻഡ് റിസബിൾസ് ആസ്ട്രോയിഡ്സ്. മീൻസ് മീറ്റിയോർസ് അല്ല കേട്ടോ, ആക്ച്വലി ആസ്ട്രോയിഡ്സ് ആയിരുന്നു. ഇനി ദ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ഓഫ് അത് 2016 നമുക്കൊരു വലിയ കുഴപ്പമില്ല, അതും വലിയ റിലവന്റ് ഇല്ലാത്തൊരു കാര്യമാണ്. എവിടെ കണ്ടു, ഫസ്റ്റ് എപ്പോൾ കണ്ടു എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ദീസ് കോമറ്റ്സ് ഫോൾ ഇൻ ടു 2 മെയിൻ കാറ്റഗറീസ്. ഔട്ടർ ഡാർക്ക് കോമറ്റ്സ് അതിനെന്താ ഉണ്ടാവുന്നത്, ഹാവ് എക്സെൻട്രിക് ഓർബിറ്റ്സ്. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ പുറത്തോട്ടുള്ള ഓർബിറ്റ്സ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇനി ലാർജും ആയിരിക്കും. ഇന്നർ ഡാർക്ക് കോമറ്റ്സ് എന്താണ്, സ്മോളറും ആണ്. ഔട്ടർ ആണെങ്കിൽ വലുതും ഇന്നർ ആണെങ്കിൽ ചെറുതുമാണ്. അത് എവിടെയായിരിക്കും, ക്ലോസർ ടു സൺ ആയിരിക്കും. ആ ഒരു പോയിന്റ് മാത്രം, ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് ഡാർക്ക് കോമറ്റ്സ് സ്മോൾ ആണെന്ന് പറഞ്ഞു, ഫ്യൂ മീറ്റേഴ്സ് വൈഡും ആയിരിക്കും. അതിപ്പോ ഒരു ഡയഗ്രാം കണ്ടു ഡാർക്ക് കോമറ്റിന്റെ, അത് കണ്ടില്ല. അതിനെ ജസ്റ്റ് പറഞ്ഞ ഈ ഒരു ചെറിയൊരു ഇതും പക്ഷെ നീളം ഉണ്ടാവും, നല്ല നീളത്തിലുമാണ് ഉണ്ടാവുന്നത്. ഇനി ബാക്കിയുള്ള കേസസ് ഇതിന്റെ എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൂ. ഡാർക്ക് കോമറ്റ് എന്ന് പറയുന്നത് പേര് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഈസി ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കാനേ ചാൻസ് ഉള്ളൂ. നമുക്ക് അടുത്തത് ഡാർക്ക് കോമറ്റ് പറഞ്ഞ ശരിക്കും അടുത്തതിലേക്ക് പോകുന്നത് ക്രോപ്സ്. ആക്ച്വലി ഒരു മിഷനായിരുന്നു. നമ്മുടെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു അല്ലേ, നമുക്ക് സ്പേസിലേക്ക് പോകാനുള്ള പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് മൂണിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ 2040 ആകുമ്പോഴത്തേക്കും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് എന്ത് വേണം, നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടാണ് അവിടെ പോയിട്ട് ഒരു കൾട്ടിവേഷൻ ഒരു ഫുഡ് ക്രോപ്പിന്റെ ഒരു എയിമിലേക്ക് പോയിരിക്കുന്നത്. അതാണ് ക്രോപ്സ് ഉദ്ദേശിക്കുന്നത്. ഈ ക്രോപ്സ്
ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ BSSCയുടെ ആണ്, നമ്മുടെ ഇവിടെ ഉള്ള ട്രിവാൻഡ്രത്തുള്ള BSSCയുടെ ആണ്. ഇവിടെ ഏത് ക്രോപ്പാണെന്നും കൂടെ ശ്രദ്ധിക്കണേ. അത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഏത് ക്രോപ്പാണ്? കൗപ്പി ആണ്, കൗപ്പി സീഡ്സ് ആണ്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഏത് ലോഞ്ചിങ് വെഹിക്കിൾ ആണെന്ന് നോക്കിയാൽ PSLV ആണ്. അതുപോലെ PSLVയുടെ ഒരു പോയം 4 പ്ലാറ്റ്ഫോമിലാണ് ഇത് വെച്ചേക്കുന്നത്. കൗപ്പി സീഡ്സ് were housed in the പോയം 4 platform which repurposed the PSLV rockets 4 stage for scientific research. Okay. Growing and sustaining flora in extraterrestrial environments. ആക്ച്വലി ഇതാണ് ഒരു ക്രോപ്പ്. കേൾക്കുമ്പോൾ ആക്ച്വലി ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് തോന്നി അല്ലേ? ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ആ ക്രോപ്സിന്റെ ഫുൾ ഫോം എന്നുള്ള രീതിയിൽ വന്നിട്ട് അതിൽ ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഫോം കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ക്രോപ്സ് എന്ന് പറയുന്നത് ആരുടെ ഇനിഷ്യേറ്റീവ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അവിടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എന്ന് കണ്ടാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അല്ല, ISROന്റെ ആണ്, ISRO BSSCന്റെ ആണ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഒരു പോയിന്റ്. ഇനി അതേപോലെ ഏത് സീഡ് അല്ലെങ്കിൽ എന്തിന്റെ കൾട്ടിവേഷൻ ആണെന്ന് ചോദിച്ചാൽ കൗപ്പിയാണ് ഇപ്പൊ തൽക്കാലം നമുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റിസൾട്ട് കണ്ട within 4 days of launch 8 cowpea seeds sprouted their first leaves demonstrating plant growth potential in space. ഭയങ്കര ഒരു നല്ല കാര്യമല്ലേ? അതായത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പ്ലാൻ ഗ്രോത്ത് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഫുഡും ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഫുഡിന്റെ വെയിറ്റ് കുറയ്ക്കാം. ഫുഡിന്റെ വെയിറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് അത്രയും ഫ്യൂവലും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പല രീതിയിലുള്ള സസ്റ്റൈനബിലിറ്റി കൂട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ വരികയാണ്. അതാണ് ഈ ക്രോപ്സിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ ഇതൊക്കെ? ഓക്കെ, അടുത്തത് ടൈഡൽ ടേൽസ്. ആക്ച്വലി ഈ പറയുന്നൊരു ടൈഡൽ ടേൽസ് എന്ന് പറയുന്നത് ഭയങ്കര ടെക്നിക്കൽ വശമുള്ള ഒരു കാര്യമാണ് കേട്ടോ. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 2 സ്റ്റാറുകൾ, ഓക്കെ, 2 സ്റ്റാറുകൾ അവരുടെ ഇടയിലുള്ള ഒരു അതായത് ഒരു സ്റ്റാർ ആണ് ശരിക്കും പറഞ്ഞാൽ. ആ സ്റ്റാർ തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇടയിലുള്ള ഡസ്റ്റ് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസിനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റൊരു സ്റ്റാറിന്റെ ആ ഒരു ഇതും കൂടെ വരുന്ന ഒരു ടെയിൽ പോലെ വരും. കോമറ്റിന്റെ ടെയിൽ ആണെന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ഇത് വേറെ രീതിയിലാണ് ഒരു ഡസ്റ്റും പാർട്ടിക്കിൾസ് ഒക്കെ അക്യുമുലേറ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ടൈഡൽ ടെയിൽസ് ആർ തിൻ ഇലോങ്ങേറ്റഡ് റീജൻസ് ഓഫ് സ്റ്റാർസ് ആൻഡ് ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ് എക്സ്റ്റെൻഡിങ് ഇൻ ടു സ്പേസ്. പറഞ്ഞല്ലോ, ആ കേസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഗാലക്സീസ് ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ഓർ മിയേഴ്സ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ അതിങ്ങനെ പോകുന്ന സമയത്ത് മറ്റൊരു ഇതുമായിട്ടുള്ള ക്ലോസ് എൻകൗണ്ടർ കാരണമാണ് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, അതിൽ മറ്റു കാര്യങ്ങളൊന്നും അത്ര വലിയ റെലവൻസ് ഒന്നുമില്ല. ആ ഫസ്റ്റത്തെ ഒരു ഇതും ഉണ്ടോ, ഡ്യൂറിംഗ് ദ ഇന്ററാക്ഷൻ ഗ്യാസ് ആൻഡ് സ്റ്റാർസ് ആർ ഓഫൺ സ്ട്രിപ്പ് from the outer regions of the galaxies to form 2 tidal tails, one trailing and one preceding each galaxies. ഓക്കെ, അത് ജസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. ഭയങ്കര സിമ്പിൾ കൺസെപ്റ്റ് ആണ് ആക്ച്വലി. പക്ഷെ അതിൽ നടക്കുന്ന ആ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഐ മീൻ ആ ടെക്നിക്കലുള്ള വശം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ബാക്കിയുള്ള മിൽക്കി വേയുടെ അല്ലെങ്കിൽ ഒരു ഗാലക്സിയുടെ അടുത്തുന്ന സമയത്ത് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാറിന്റെ പറഞ്ഞ കേസിൽ സ്റ്റാറിന്റെ ഒരുപാട് കാര്യം പറഞ്ഞ സ്ഥിതിക്ക് സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ. ആക്ച്വലി സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് സ്റ്റാറിന്റെ ആ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ആ സ്റ്റേജ് അറിയാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ തന്നിരിക്കുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ എന്താണ്, ബ്ലാക്ക് ഡ്വാർഫ് എന്താണ്, ആ ഡ്വാർഫ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഡയഗ്രം ഒന്ന് മനസ്സിലേക്ക് ഇങ്ങനെ ധ്യാനിച്ചെടുത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. നമുക്ക് എവിടുന്ന സ്റ്റാർ ഉണ്ടാവുന്നതെന്ന് അറിയില്ല. ഫോർമേഷൻ ഓഫ് സ്റ്റാർ ആണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ഗ്യാസും ഡസ്റ്റും ഒക്കെ കൂടി ഇങ്ങനെ കൂടി ചേർന്നിട്ട് ഭയങ്കര ഒരു പ്രോട്ടോ സ്റ്റാർ ആയി മാറും. എന്നിട്ട് അവരെന്താ കത്താൻ തുടങ്ങും, മീഡിയം സീക്വൻസ് സ്റ്റാർ ആയി മാറും. ഈ സ്റ്റാർ 2 ആവാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും ഒരേതല്ല. ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ വലിയ സ്റ്റാർ ആവാം, അല്ലെങ്കിൽ ഒരു മീഡിയം സ്റ്റാർ ആവാം, അല്ലെങ്കിൽ സ്മോൾ സ്റ്റാർ ആവാം. വലിയ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സ്മോൾ സ്റ്റാർ ആയി കഴിഞ്ഞാൽ അവർ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റെഡ് ജയന്റ് ആയിട്ട് മാറുകയാണ്. ഭയങ്കര റെഡ് ജയന്റ് ആയിട്ട് മാറും. അതിനുശേഷം പിന്നെ അവർ ഡൈ ഔട്ട് ആവാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആണ് വൈറ്റ് ഡ്വാർഫും, സെക്കൻഡ് ആണ് ബ്ലാക്ക് ഡ്വാർഫ്. തീർന്നു, അവരുടെ പരിപാടി തീർന്നു. അതാണ് ആ ഒരു സ്റ്റേജ്. ഏതാണ് ഞാൻ പറഞ്ഞ സ്മോൾ സ്റ്റാർസിന്റെ കേസ്. ഇനി ലാർജ് സ്റ്റാർ ആണെങ്കിൽ റെഡ് ജയന്റ് വരെ ഇവിടെ എന്താവും, സൂപ്പർ റെഡ് ജയന്റ് ആയി മാറുന്നു. ഇനി അതിനുശേഷമാണ് സൂപ്പർനോവ. സൂപ്പർനോവ പലരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ലാർജ് സ്റ്റാർസിനെ
എന്താ സംഭവിക്കുന്നത്? ലാർജ് സ്റ്റാർ ആദ്യം സൂപ്പർ ജയന്റ് ആയിട്ട് അവിടെ നിന്നാണ് സൂപ്പർനോവയായി മാറുന്നത്. ഓക്കെ, ആ സൂപ്പർനോവ എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ആ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലൊക്കെ വേണമെന്നെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി മറ്റൊന്നാണ്, അതിനുശേഷം ഈ പറഞ്ഞ സൂപ്പർനോവ എന്താവാം എന്നുള്ളതാണ് അടുത്ത കേസ്. അത് വേണമെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയി മാറാം, അല്ലെങ്കിൽ അത് എന്തായി മാറാം? ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ സ്റ്റാറുകളാണ് ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറാനുള്ളത്. ആ ഒരു പോയിന്റ് ഒക്കെ ഉണ്ട്, ഏതൊക്കെയാണ് ബ്ലാക്ക് ഹോൾ ആവുക. ചിലത് ബ്ലാക്ക് ഹോൾ ആവില്ല, ചിലത് ബ്ലാക്ക് ഹോൾ ആവും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ സ്റ്റാറുകൾക്ക് മാത്രമേ ബ്ലാക്ക് ഹോൾ ആവാനുള്ള ചാൻസസ് ഉള്ളൂ. അവിടെയും ചാൻസേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? ന്യൂട്രോൺ സ്റ്റാർ ആയി മാറിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ആവാനുള്ള ചാൻസസ് കുറയല്ലേ. ഓക്കെ, ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് ഡ്വാർഫ് എന്താണെന്ന് ചോദിക്കാം, ബ്ലാക്ക് ഡ്വാർഫ് എന്താ ചോദിക്കാം, സൂപ്പർനോവ എന്താണെന്ന് ചോദിക്കാം. അതായത് ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എന്താണെന്ന് റിലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് പറഞ്ഞ സ്ഥിതിക്കാണെന്ന് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്സും പല ടേംസും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂസിൽ പലതും വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ പോയിന്റ് ആണ് മേ ബി, കാരണം കഴിഞ്ഞ 2 വർഷവും UPSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ്. കഴിഞ്ഞ 2 വർഷം ഈ ഒരു ഏരിയ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ വീണ്ടും ചോദിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പോകുന്നത്. ഫസ്റ്റ്, സൂപ്പർ ഹാബിറ്റബിൾ പ്ലാനറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ ഹാബിറ്റബിൾ പ്ലാനറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സോ പ്ലാനറ്റ്. എക്സോ പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇവിടെ ഇല്ലാത്ത മറ്റു ഭാഗത്തുള്ള, അല്ലെങ്കിൽ സോളർ സിസ്റ്റത്തിൽ അല്ലാത്ത മറ്റ് പ്ലാനറ്റുകളാണ് എക്സോ പ്ലാനറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ പ്ലാനറ്റുകൾ അല്ലെങ്കിൽ എക്സോ മൂൺ, അവിടെയൊക്കെ എർത്തിന്റെ അതേ സാദൃശ്യം ഉണ്ടെങ്കിൽ അവരെയാണ് സൂപ്പർ ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. സൂപ്പർ ഹാബിറ്റബിൾ പ്ലാനറ്റ് ഇസ് എ ഹൈപ്പോത്തറ്റിക്കൽ ടൈപ്പ് ഓഫ് എക്സോ പ്ലാനറ്റ് ഓർ എക്സോ മൂൺ that may be better suited than Earth for the emergence and evolution of life. Actually better suited ആണ്. എർത്തിനെക്കാളും നല്ലൊരു സിസ്റ്റം ആണ് അവിടെയെങ്കിൽ അതെന്തായിരിക്കും? ഓഫ് കോഴ്സ് അവിടെ ലൈഫ് ഉണ്ടാവും. നമ്മളെല്ലാം അവിടെ ലൈഫ് എവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഒരു തപ്പി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവല്യൂഷൻ ഓഫ് ലൈഫ്, നമ്മൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അറിയാനാണോ, അതോ നമ്മൾ മാത്രം ഭയങ്കര യുണീക്കായിട്ട് നിൽക്കുകയാണെന്ന് അറിയാനാണോ? അതുമല്ല, ഇതേപോലെ ഇവിടെ എന്തായാലും നമ്മൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അവിടെ പോയി ചെയ്യാനാണോ എന്നൊന്നും അറിയില്ല. എനിവേ, നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത ഗോൾഡിലോക്സ് സോൺ. ഇത് ഇവിടെ കണ്ടോ, ഇതില് ഗോൾഡിലോക്സ് സോൺ എന്ന് പറയുന്നത് നമ്മൾ എർത്തുള്ള റീജിയൻ. എന്തുകൊണ്ട് എർത്തിൽ ലൈഫ് പോസിബിൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല. അതായത് ടു ഹോട്ട് ആയിട്ടുള്ള റീജിയൻ വീനസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ വരെ, എന്നാൽ ടു കോൾഡ് ആയിട്ടുള്ള റീജിയൻ നമുക്ക് മാർസിന് അങ്ങോട്ടുള്ള എല്ലാം ടു കോൾഡ് ആണ്. മാർസിൽ നമ്മൾ ചിലപ്പോൾ ലൈഫ് ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ ഒരു ഏകദേശം ഈ ഗോൾഡിലോക്സ് സോണിന്റെ അടുത്തായിട്ട് വരുന്നത് കൊണ്ടാണ്. ഹാബിറ്റബിൾ സോൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡിലോക്സ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, റെഫേഴ്സ് ടു ദി ഹാബിറ്റബിൾ സോൺ അറൌണ്ട് എ സ്റ്റാർ where the temperature is just right, not too hot, not too cold, for the liquid water to exist on a planet. വാട്ടർ ആണെങ്കിലാണ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അധികം ചൂടുണ്ടാവരുത്, അധികം തണുപ്പും ഉണ്ടാവരുത്. അധികം തണുപ്പായി കഴിഞ്ഞാൽ ഐസായി പോകും, അധികം ചൂടാണെന്നുണ്ടെങ്കിൽ നീരാവിയായി പോകും. ഓക്കെ, അതാണ് ഗോൾഡിലോക്സ് സോൺ എന്ന് പറയുന്നത്. ഇനി പൾസർ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഇത് കണ്ടോ, ഒരു തരം പൾസറിന്റെ ഒരു ഇതാണ്. നമുക്ക് കാണുമ്പോൾ നടുക്കെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിപ്പോ ഞാൻ ഇങ്ങനെയല്ലേ കാണിച്ചേക്കുന്നത്, നമ്മൾ നേരെ ഈ ഒരു ഡയറക്ഷനിലാണ് നോക്കുന്നതെങ്കിൽ നമുക്കത് ഭയങ്കര ഷൈനിങ് ആയിട്ട് ഫീൽ ചെയ്തേ. അതായത് റാപ്പിഡ്ലി റൊട്ടേറ്റിംഗ് ന്യൂട്രോൺ സ്റ്റാർ ആണ്. ന്യൂട്രോൺ സ്റ്റാർ എന്താ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലെ? ന്യൂട്രോൺ സ്റ്റാർ ആണ്. ദേ എമിറ്റ് ബീംസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. അവർ റെഗുലർ ഇന്റർവെൽസിന് EM waves എന്താണെന്ന് അറിയാൻ വിചാരിക്കും. നമ്മൾ മൊത്തത്തിലുള്ള ലൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ജനറലി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ജനറലി അല്ല, നമ്മൾ അങ്ങനെ ഡിവിഷൻ കാണാൻ പറ്റും. UV, IR, X-ray, കോസ്മിക് എന്നൊക്കെ പറഞ്ഞ പലതരം റീജിയൻസ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് EM waves ഉണ്ടാവുന്നത്. ഈ EM waves റെഗുലർ ഇന്റർവെൽസിൽ ഇവർക്ക് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് പൾസേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദേ ആർ റാപ്പിഡ്ലി റൊട്ടേറ്റിംഗ് ന്യൂട്രോൺ സ്റ്റാർ. ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ആ സ്പീഡിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് EM വേവ്സിനാട്ടോ. ലൈറ്റ് വിസിബിൾ ഭാഗം മാത്രമല്ല, അല്ലാത്ത ഭാഗങ്ങളും ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ സയൻസിൽ. നമ്മൾ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ളതാണ്. ഇനി ന്യൂട്രോൺ സ്റ്റാർ എന്താന്ന് നോക്കിയാൽ വരുന്ന എക്സ്ട്രീംലി ഡെൻസ് റെമിനൻസ് ഓഫ് മാസീവ് സ്റ്റാർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമാണ്. ആഫ്റ്റർ സൂപ്പർനോവ കമ്പോസ്ഡ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഓഫ് ന്യൂട്രോൺസ് ആണ്. അതുകൊണ്ടാണ് ന്യൂട്രോൺ സ്റ്റാറിനെ ന്യൂട്രോൺ സ്റ്റാർ എന്ന് വിളിക്കുന്നതിന് കാരണം എന്താ, അതിനകത്ത് ഫുൾ ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോൺസ് എന്താണെന്ന് പറയുന്നത് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, അത് കൂട്ടത്തിലെ ചാർജ് ഇല്ലാത്ത ആൾക്കാരെയാണ് ന്യൂട്രോൺസ് വിളിക്കുന്നത്. ഇനി സെഫേറ്റ്സ്.
സെഫൈറ്റ്സ് ഒരു PYQ ആണ് കേട്ടോ. സെഫൈറ്റ്സ് എന്ന് പറയുന്നത് വേരിയബിൾ സ്റ്റാർസ് ദാറ്റ് പൾസേറ്റ് ഇൻ ബ്രൈറ്റ്നെസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഇങ്ങനെ കറക്റ്റ് ഒരു സമയത്തിനുള്ള ആ ഒരു പൾസേറ്റ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസസ് ഇൻ സ്പേസ്. ഓക്കെ, യൂസ്ഡ് ആസ് സ്റ്റാൻഡേർഡ് കാൻഡിൽസ് ഇൻ ആസ്ട്രോണമി. അതായത് കറക്റ്റ് ആ ഒരു ഇന്റർവെല്ലിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് ആ ഒരു കത്തുന്നതിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം കത്തുന്നുണ്ടെന്നുള്ള രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. കാരണം അത് കറക്റ്റ് ആ ഒരു ഇന്റർവെല്ലല്ലേ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും അത് എവിടെ ഉണ്ട് എന്നുള്ളത്. അതല്ലാതെ ഇങ്ങനെ മിന്നി 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 സ്റ്റാർ പോലെ ഇങ്ങനെ മിന്നി മിന്നി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഇനി മറ്റൊന്നാണ് മീറ്റിയോസ് എന്ന് പറയുന്നത്. മീറ്റിയോസ് എന്താ, എല്ലാവരും കേട്ട് പരിചയമുള്ള മീറ്റിയോസ് അല്ലെ. സ്പേസ് റോക്സ് ആണ് മീറ്റിയോസ് എന്ന് പറയുന്നത്. ദാറ്റ് ബേൺ അപ്പ് അപ്പോൺ എൻട്രിങ് ദി എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ എർത്തിന് ചുറ്റും മീറ്റിയോസ് ഉണ്ട്. ഈ മീറ്റിയോസ് എങ്ങനെയെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇങ്ങനെ തട്ടുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ആ ഒരു തട്ടല് കാരണം എന്താവും, കത്തും. ഉണ്ടോ, നമ്മൾ ആ മീറ്റിയോസിന്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ അറിയുന്നത് അല്ലെ, ഒരു ലേക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഷൂട്ടിംഗ് സ്റ്റാർസ് അല്ലെ. ഷൂട്ടിംഗ് സ്റ്റാർസ് ആണ് മീറ്റിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ന്യൂസിൽ വന്ന കേസാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂസിൽ വന്നേക്കുന്നത് ബ്രൗൺ ഡ്വാഫ്. നമ്മൾ ഓൾറെഡി വൈറ്റ് ഡ്വാഫ് എന്നാണ് നമ്മൾ നോക്കിയായിരുന്നു. ബ്രൗൺ ഡ്വാഫ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരൊരു സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഫെയിൽഡ് സ്റ്റാർസ് ആണ് ഇവര്. ലൈറ്റർ ദാൻ സ്റ്റാർസ് ആണ്, പക്ഷെ ഹെവിയർ ദാൻ ജയന്റ് പ്ലാനറ്റ്സ് ആണ്. ഇവർക്ക് പ്ലാനറ്റ്സ് ആവാനും പറ്റുന്നില്ല, എന്നാൽ സ്റ്റാറും ആവാൻ പറ്റാത്തൊരവസ്ഥ. അതിനിടയിൽ കിടക്കുന്ന ഒരു ഫെയിൽഡ് ആയിട്ടൊരു സ്റ്റാർ ആവാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ പ്ലാനറ്റും ആവാൻ പറ്റാതിരിക്കുന്ന ഒരു ഗതികെട്ടൊരു അവസ്ഥയിലാണ് പറഞ്ഞ ബ്രൗൺ ഡ്വാഫ്. ഇവർക്ക് ആക്ച്വലി ഒരു ജുപ്പിറ്ററിന്റെ ഒക്കെ ഒരു രൂപമാണല്ലോ. ജുപ്പിറ്ററിന്റെ സൈസിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് ഇവർക്കുള്ളത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, പ്ലാനറ്റ് ആവാന്ന് പറഞ്ഞാൽ ജുപ്പിറ്റർ എന്ന് പറഞ്ഞ ഒരു പ്ലാനറ്റ് ആണല്ലോ. ആ ജുപ്പിറ്ററിനെ റിസംബിൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന്റെ ബ്രൗൺ ഡ്വാഫ് എന്ന് വിളിച്ചതിന്റെ റീസൺ. ഡ്വാഫ് എന്ന് പറയുന്നത് ജുപ്പിറ്ററിനേക്കാളും കുറവാന്നുള്ള ചിന്തിക്കല്ലേ, ജുപ്പിറ്ററിനാണ് കൂടുതലാണ്. ആ ഒരു ഫസ്റ്റത്തെ ഈ ചിത്രം കണ്ടില്ല നമ്മളെ ഫസ്റ്റത്തെ, ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ജുപ്പിറ്റർ പോലെ തന്നെ ഇല്ലേ. അപ്പൊ ജുപ്പിറ്ററിനെ പോലെയുള്ള ഒരു സംഭവമാണ്. പ്ലാനറ്റും അല്ല, എന്നാൽ സ്റ്റാറും ആവാൻ കഴിയാത്ത ഒരാൾ. ഇനി വൈറ്റ് ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, സ്റ്റെല്ലാർ കോർ ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ ഡൈയിങ് സ്റ്റാർ ഹാസ് എക്സോസ്റ്റഡ് ഇറ്റ്സ് ന്യൂക്ലിയർ ഫ്യൂവൽ. സ്റ്റാർ എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സ്റ്റാർ എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതോടെ മിന്നുന്നതെന്നൊക്കെ അറിയാലോ. അപ്പൊ അതിന്റെ ആ ഒരു ബാക്കി ഭാഗം, ഈ കത്തി അവസാനം ബാക്കി ഭാഗത്തിനെ നമ്മൾ വൈറ്റ് ഡ്വാർഫ് എന്ന് വിളിക്കുന്നത്. And expel its outer layers to form a planetary nebula. Okay, ഇനി നെക്സ്റ്റ് അതിന്റെ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇനി പ്ലഞ്ചിങ് റീജിയൻ എന്താണെന്ന്, ബ്ലാക്ക് ഹോളിന്റെ ഒരു ഭാഗമാണ് പ്ലഞ്ചിങ് റീജിയൻ എന്ന് പറയുന്നത്. എ റീജിയൻ അറൌണ്ട് എ ബ്ലാക്ക് ഹോൾ വേർ മാറ്റർ ആൻഡ് റേഡിയേഷൻ എക്സിബിറ്റ് എക്സ്ട്രീം ബിഹേവിയേഴ്സ് ആണ്. അവിടെ ഈ പറയുന്ന റീജിയനിൽ എക്സ്ട്രീം ബിഹേവിയേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് എന്താ വിളിക്കുന്ന, പ്ലഞ്ചിങ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് രീതിയിലും ആവാം എക്സ്ട്രീം ബിഹേവിയേഴ്സ്. ഹീറ്റ് ആവാം, അല്ലെങ്കിൽ ഗ്രാവിറ്റി ആവാം. മോസ്റ്റ്ലി ഗ്രാവിറ്റി ആണ് കേട്ടോ. ഇനി ട്രോജൻ ആസ്ട്രോയിഡ്സ്. ആസ്ട്രോയിഡ് ബെൽറ്റ് എവിടെയാണെന്ന് അറിയാലോ, നമ്മുടെ ഈ പറഞ്ഞ അടിയില്ലേ മാസിന്റെ ആ ഭാഗത്ത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉള്ളത്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് അവിടെ അതല്ലാതെ ജുപ്പിറ്ററിന്റെ ഓർബിറ്റിൽ കാണപ്പെടുന്ന ആസ്ട്രോയിഡ്സിനാണ് ട്രോജൻ ആസ്ട്രോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രത്യേകത അത് ശരിക്കും പറഞ്ഞാൽ അവിടെ കണ്ടതുകൊണ്ടാണ് അതിന് ട്രോജൻ ആസ്ട്രോയിഡ് എന്ന് വിളിക്കുന്നത്. അവിടെ കണ്ടുപിടിച്ച കാര്യമാണ്. പക്ഷെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഓഫ് ദാറ്റ് ഒക്യുപൈ എ സ്റ്റേബിൾ ലഗ്രാഞ്ചിയർ പോയിന്റ് ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ജുപ്പിറ്ററിന്റെ അടുത്ത് കണ്ടുപിടിച്ചു എന്നുള്ളതിനേക്കാളും നമുക്ക് ഇതിന്റെ ഒരു ഡെഫിനിഷൻ വൈസ് നോക്കുന്ന എന്താണ്, പിന്നെയാണ് ഡെഫിനിഷൻ വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഒക്യുപൈ എ സ്റ്റേബിൾ ലഗ്രാഞ്ചിയർ പോയിന്റ്. ആ ലഗ്രാഞ്ചിയർ പോയിന്റിൽ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ പ്ലാനറ്റ്സ് ഓർബിറ്റ് അറൗണ്ട് ദ സൺ. ഇത് പഠിക്കാൻ പോയതാണ് മിഷൻ ലൂസി. മിഷൻ ലൂസി എന്തിനാ പോയത്, ഫസ്റ്റ് മിഷൻ ടു സ്റ്റഡി ദ ജുപ്പിറ്റർ ജുപ്പിറ്റർ ട്രോജൻ ആസ്ട്രോയിഡ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ട്രോജൻ ആസ്ട്രോയിഡ് നമ്മൾ കൂടുതലും കാണപ്പെടുന്നത് ജുപ്പിറ്ററിന്റെ ആ ഏരിയയിലാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിനെ വിളിച്ചത്. ഇതല്ലാതെയും ട്രോജൻ ആസ്ട്രോയിഡുകൾ മറ്റ് ലഗ്രാഞ്ചിയർ പോയിന്റ്സിലും കാണുവാണെങ്കിൽ അതിന്, അതായത് മറ്റ് ആസ്ട്രോയിഡ്സിനെയും ഏതെങ്കിലും ആസ്ട്രോയിഡ്സിനെയും ഇതേപോലെ തന്നെ ലഗ്രാഞ്ചിയർ പോയിന്റിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെയും നമ്മൾ ട്രോജൻ ആസ്ട്രോയിഡ് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു, വീണ്ടും പറയാണ്, അവിടെ ആദ്യം കണ്ടതുകൊണ്ട് മാത്രമാണ് ട്രോജൻ ആസ്ട്രോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി സൂപ്പർ ബ്ലൂ മൂൺ. ആക്ച്വലി ഈ സൂപ്പർ ബ്ലൂ മൂണ് ഇവിടെ ഞാനൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് സൂപ്പർ ബ്ലൂ മൂൺ അല്ല. ബ്ലൂ മൂൺ മനസ്സിലാക്കണം, ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഒരിക്കലും ആ കളറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതല്ല. ഇതൊരു ടേം ആണ്.
നമുക്ക് സൂപ്പർ മൂണും ബ്ലൂ മൂണും ഒരുമിച്ച് വരുമ്പോഴാണ് സൂപ്പർ ബ്ലൂ മൂൺ ഉണ്ടാവുന്നത്. നമ്മൾ ഈ പറഞ്ഞ അപ്പോജി പെരിജിയുടെ കേസൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞതാണ്. അപ്പോൾ ആ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അല്ലെ ഈ അടുത്തുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, പെരിജി. അങ്ങോട്ട് ദൂരെയാണെന്നുണ്ടെങ്കിൽ അപ്പോജി എന്ന് പറയും. അപ്പോൾ ഈ അടുത്തേക്ക് എത്തുമ്പോൾ എന്താവും, നമുക്ക് എല്ലാ സാധനം വലുതായി തോന്നും അല്ലെ, ദൂരോട്ട് പോകുന്ന സമയത്ത് ചെറുതായി തോന്നും. അപ്പൊ ഈ അടുത്തെത്തുമ്പോൾ അത് വലുതായി തോന്നുമ്പോഴാണ് നമ്മൾ അതിനെ സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എർത്ത് എന്ന് പറയുന്ന ഓർബിറ്റ്, ഒരു എർത്തിന് ചുറ്റും ഈ കറങ്ങുന്ന ആര്, മൂൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഏത് ഓർബിറ്റ് ആണ്, ഏകദേശം എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഓർബിറ്റ് ആണ് അല്ലെ. എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇവിടെ എർത്ത് എന്ന് പറയുന്ന ഏകദേശം നടുക്കല്ല, ഒരു സൈഡിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ അടുത്തിരിക്കുകയാണ്, ഇതിന്റെ കറങ്ങുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു നമ്മുടെ പെരിജി. അപ്പൊ എന്താ, നമുക്ക് അടുത്തുള്ള സമയത്ത് ഇത് വലുതായി കാണും. അതിന് ആ ഒരു ഫിനോമിനൽ വിളിക്കുന്നതാണ് സൂപ്പർ മൂൺ. സൂപ്പർ മൂൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ആള് ആരാ, നമ്മുടെ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ബ്ലൂ മൂൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് നമുക്ക് ഫുൾ മൂൺ എന്ന് പറയുന്ന ആ ഫിനോമിനൻ മന്തിന്റെ ഫസ്റ്റ് ആണ് വരുന്നതെങ്കിൽ, മാർച്ചിൽ ആദ്യ ദിവസം തന്നെ വന്നു വിചാരിക്കുക, മാർച്ച് 1st 2nd വന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ഇതിന്റെ അങ്ങനെയാണെങ്കിൽ ഒരു ലൂണാർ ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൂണാർ മന്ത് എന്നൊക്കെ പറയുന്നത് 27 days 28 ഡേയ്സിലൊക്കെ തീരുമല്ലോ. അപ്പൊ അടുത്തത് വീണ്ടും സൂപ്പർ മൂൺ എപ്പോ വരും, നമുക്ക് ആ മാസത്തിന്റെ അവസാനം വരുമല്ലോ. അപ്പൊ ഈ സൂപ്പർ മൂൺ ഒരു മാസം തന്നെ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് ബ്ലൂ മൂൺ. ക്ലിയർ ആണോ? അപ്പോൾ സൂപ്പർ മൂൺ ആ കളറിനെ വീണ്ടും സിഗ്നിഫൈ ചെയ്യുന്നില്ല. മേ ബി എന്തെങ്കിലും ഒരു കാലത്ത് ഇത് ഈ പറഞ്ഞ സംഭവം നോക്കുന്ന സമയത്ത് ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ടായിരുന്നേക്കാം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് അതിന് ബ്ലൂ മൂൺ എന്ന് വിളിച്ചത്. ഓക്കെ, വീണ്ടും പറയാണ്, ഒരു മാസം നമുക്ക് ഫസ്റ്റ് മാസം തന്നെ, ആ മാസത്തിന്റെ ഫസ്റ്റ് ദിവസം തന്നെ 1-ാം തീയതിയോ 2-ാം തീയതിയോ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫുൾ മൂൺ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഒരു 28 ദിവസം കഴിയുന്ന സമയത്ത് ആ മാസത്തിൽ വീണ്ടും ഒരു ഫുൾ മൂൺ വരികയാണ്. അപ്പൊ ഒരു മാസം തന്നെ 2 ഫുൾ മൂൺ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് എന്ത്, ബ്ലൂ മൂൺ എന്ന്. ഓക്കെ, ഇനി ഈ ബ്ലൂ മൂണും ഇതുപോലെ പറഞ്ഞ പോലെ സൂപ്പർ മൂണും രണ്ടും കൂടെ ഒരുമിച്ച് കാണപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് സൂപ്പർ ബ്ലൂ മൂൺ. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി സോളാർ കൊറോണൽ ഹോൾസ്. സോളാർ കൊറോണൽ ഹോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ആദ്യത്തെ L1 മിഷനിൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ സണ്ണിനകത്ത് അനൈസോട്രോപ്പി ഉണ്ട്. അതായത് ടെമ്പറേച്ചർ യൂണിഫോം ആയിട്ടല്ല ഉള്ളത്. ചില സ്ഥലങ്ങളിൽ കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് കുറവായിരിക്കും. ഇതുപോലെ നല്ല കുറവുള്ള ഏരിയാസ് ഉണ്ട്, ടെമ്പറേച്ചർ നല്ല കുറഞ്ഞിരിക്കുന്ന ഏരിയാസ് ഉണ്ട്. നല്ല കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ ഒരു 0 degree Celsius എന്നുള്ള രീതി ഒന്നും ആലോചിക്കരുത്. താരതമ്യേന കുറവുള്ള ഏരിയാസ് ഉണ്ട്. ഈ ഏരിയാസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹോൾസ്, കൊറോണൽ ഹോൾസ് എന്ന് പറയുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഹോൾസ് എങ്ങനെ ഡിറ്റക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ, ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റേ പാസ് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ഡിസൈൻ ആണ് ആക്ച്വലി. അത് വെച്ചിട്ടാണ്, കാരണം എക്സ്റേ ആൻഡ് എക്സ്ട്രീം അൾട്രാ വയലറ്റ് ഇമേജസ് നോക്കിയ സമയത്ത് നമുക്ക് സണ്ണിൽ ഇങ്ങനെ കുറെ ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ടാവുകയാണ്. ആ ബ്ലാക്ക് ഡോട്ട്സിനെ നമ്മൾ എന്താ വിളിച്ചത്, ഈ പറഞ്ഞ കൊറോണൽ ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ അപ്പിയർ ഡാർക്ക് ബിക്കോസ് ദേ ആർ കൂളർ, ലെസ് ഡെൻസ് റീജൻസ് ദാൻ ദി സറൗണ്ടിങ് പ്ലാസ്മ ആൻഡ് ആർ റീജൻസ് ഓഫ് ഓപ്പൺ യൂണിപോളാർ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സോളാർ സ്റ്റോം ആണ്. സോളാർ സ്റ്റോം ആ ഡയഗ്രാം ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആവേണ്ടതാണ്. ഇവിടെ ആട്ടോ ഈ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ താഴെയുള്ള ഏറ്റവും മുകളിലുള്ള കൊറോണൽ ഹോൾസിന് മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ താഴെയുള്ളതാണ്. ഈ സണ്ണും ഏറ്റവും മൂന്നാമത്തെ ആണ് ഞാൻ പറഞ്ഞ സോളാർ സ്റ്റോം എന്ന് പറയുന്നത്. സണ്ണിൽ നിന്ന് വരുന്ന സോളാർ ഫ്ലെയർ. ഓക്കെ, ഈ സോളാർ ഫ്ലെയർ എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ആ ഡിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സംഭവമാണ് സോളാർ സ്റ്റോം. അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ആ സോളാർ ഫ്ലെയർ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സംഭവം, സോളാർ വിൻഡോ എല്ലാം കൂടെ വന്നിട്ട് ആക്ച്വലി ഭയങ്കര എനർജി ഉള്ള ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. സോളാർ സ്റ്റോംസ് ആർ സഡൻ എക്സ്പ്ലോഷൻ ഓഫ് പാർട്ടിക്കിൾസ്, എനർജി, മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ബ്ലാസ്റ്റഡ് ഇൻ ടു ദ സോളാർ സിസ്റ്റം ബൈ സൺ. ഇവിടുന്നുള്ള ഒരു തെറിച്ച് വീഴ്ത്തൽ, ഇവിടുന്നുള്ള ഫുൾ അങ്ങോട്ട് എനർജി എല്ലാം കൂടെ അങ്ങോട്ട് വീടുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്തുന്ന സമയത്ത് അത് സോളാർ ഫ്ലേസ് ഒക്കെ ആയിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. ശരിക്കും സോളാർ ഫ്ലെയർ എന്ന് പറയുന്നത് സോളാർ സ്റ്റോമിന്റെ ഒരു ഭാഗമാണെന്നുള്ള രീതിയും കൂടെ ഓർത്ത് വെച്ചാൽ, ഇവിടുത്തെ മാഗ്നറ്റിക് സ്ഫിയർ ഉണ്ടല്ലോ, ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻഡ് ആണ് അത്. ഈ മാഗ്നറ്റിക് സ്ഫിയറിലേക്ക് എത്തുന്ന സമയത്താണ് സോളാർ ഫ്ലെയർ കാണുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ്, അടുത്തൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, 2 ടെക്നോളജിയും കൂടെ പറയാറുണ്ട്. ഈ 2 ടെക്നോളജിയിൽ ഒന്നാണ് D2D സാറ്റലൈറ്റ് കണക്ടിവിറ്റി. ഈ അടുത്ത് നമ്മളൊരു റെവല്യൂഷണറൈസ് ആയിട്ട് ഒരു കാര്യമായിരുന്നു. BSNL എന്ന് പറയുന്നത് നമുക്ക് ഇനി ടവർ ഉണ്ടോ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റേഞ്ച് ഉണ്ടോ നോക്കിയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി BSNL എന്ന് പറയുന്നത്
എന്താ നമുക്ക് പലരും പറയുന്ന ഒരു കാര്യം, റേഞ്ച് ഇല്ല അതുകൊണ്ട് ഞാൻ എടുക്കില്ല, അല്ലെങ്കിൽ സ്പീഡ് ഇല്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാരെന്നെ പറയാറുണ്ട്. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി കണ്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചേക്കാണ് BSNL. ഇത് ഓൾറെഡി ഉള്ളൊരു ടെക്നോളജീനെ നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് ഇറക്കിയതാണ് ആൾക്കാർ. BSNL ഒരു ഐഡിയ എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഈ പറഞ്ഞ റേഞ്ച് വെക്കുന്ന ടവർ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെക്കുകയാണ്, സാറ്റലൈറ്റ് ടു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ D2D എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ടു ഡിവൈസ് ആണ്. ആക്ച്വലി ഡിവൈസിലേക്ക് നേരിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാണ് D2D. ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് കണക്ടിവിറ്റി is an emerging technology that allows smartphones and other devices to communicate directly with satellites without intermediary ground based cell towers. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടവർ ഇല്ലാത്ത പരിപാടിയാണ്. BSNL ആണ് റോൾ ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ തന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്താണെന്നും വേണമെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഭയങ്കര റെവല്യൂഷനൈസ് ചെയ്യാൻ പോവാണ്. കാരണം നിങ്ങൾക്ക് ഇതൊരു ന്യൂസിലുണ്ടായിരുന്നു, വീട്ടിലെടുത്ത വൈഫൈ വെച്ചിട്ട് നമുക്ക് വീട്ടിലൊരു വൈഫൈ എടുത്താൽ മതി, നമുക്ക് എവിടെ പോയാലും അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊരു ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാര്യമല്ലേ, നമ്മുടെ വീട്ടിലൊരു വൈഫൈ എടുത്താൽ മതി, ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കാര്യമല്ലേ. ഇനി മറ്റത് ക്രയോജനിക് എൻജിൻസ്. ക്രയോജൻസ് എന്ന് പറയുന്നത് എന്താണ്? ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനങ്ങളെയാണ് ക്രയോജൻസ് എന്ന് വിളിക്കുന്നത്. ക്രയോജനിക് എൻജിൻസ് എവിടെ യൂസ് ചെയ്യുന്ന? പൊതുവെ നമ്മുടെ ഉള്ള സാറ്റലൈറ്റ്സ്, റോക്കറ്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, 3 സ്റ്റേജിലൊക്കെ നമ്മൾ അപ്പർ സ്റ്റേജിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്രയോജൻസ് ആയിരിക്കും. അപ്പൊ ഈ ക്രയോജനിക് ടെക്നോളജി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ -160°C നമ്മൾ ഈ പറഞ്ഞ ഫ്യൂവലിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് ക്രയോജനിക് ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്യൂവലിനും കൂടെ വെക്കുകയാണെങ്കിൽ ക്രയോജനിക് എൻജിനിൽ നമുക്ക് വെക്കുകയാണ്. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നത്? ഹൈഡ്രജനും ഓക്സിജനും രണ്ടും കൂടെ വെക്കുകയാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ രണ്ടും കൂടെ ബേൺ ചെയ്യണം. ഓക്സിജൻ ഈസ് ആൻ ഓക്സിഡൈസർ അല്ലെ, ഹൈഡ്രജനെ പോയിട്ട് ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വാട്ടർ ആയിട്ട് മാറിക്കോളും. ഓക്കെ, ആക്ച്വലി ഹാംലെസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല LVM-2-ലും 3-ലൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വർക്കിംഗ് ഓഫ് ക്രയോജനിക് എൻജിൻസ് എന്താണെന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് LOX എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് ഹൈഡ്രജൻ രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അതൊന്നും നോക്കാണ്ട് ഹൈഡ്രജനും ഓക്സിജൻ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് കൊടുത്തത്. നമ്മളെല്ലാം അങ്ങനെ പ്ലെയിൻ ആയിട്ട് പഠിക്കുന്നതിനേക്കാളും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ വിചാരിച്ചിട്ടാണ് കാണിച്ചത്. ഇനി ഇതിന്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെന്റ് ഈ CE-20 ക്രയോജനിക് എൻജിൻ നമ്മൾ ISRO എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്രയോജനിക് എൻജിനാണ്. ഓക്കെ, ഇത് LVM-3 അതായത് നമ്മുടെ GSLV Mark 3-ന്റെ ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ അപ്പർ സ്റ്റേജിലാണ് നമ്മളിത് വെക്കാനായിട്ട് വെക്കുന്നത്. ഓക്കെ, സക്സസ്ഫുള്ളി പവർഡ് ദി അപ്പർ സ്റ്റേജ് ഓഫ് 6 LVM-3 മിഷൻ സോ ഫാർ. 6 മിഷൻസ് നമ്മൾ ഇതുവരെ സക്സസ് ആയിട്ടുണ്ട്. ഇതിലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നോസിൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം. ആക്ച്വലി ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്രയോജനിക് എൻജിൻസ് എന്ന് പറയുന്ന സമയത്ത് ഇത് ക്രയോജൻസ് ആയിട്ടല്ല വെച്ചേക്കുന്നത്, ലിക്വിഡ് ആയിട്ടാണ് ഓക്സിജനും ഹൈഡ്രജനും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ അവിടുന്ന് നമുക്ക് പതുക്കെ റിലീസ് ആയാൽ മാത്രമേ എന്താവുള്ളൂ, അവിടെ ഒരു എക്സ്പാൻഷൻ നടക്കുകയും, അതായത് ആ ഒരു കംപ്രഷനിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് എക്സ്പാൻഷൻ നടക്കുകയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ബേൺ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ലീക്കേജ് ഉണ്ടാവാറുണ്ട്. ആ ലീക്കേജ് നമുക്ക് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നോസിൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അച്ചീവ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, സിഗ്നിഫിക്കൻസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക, ക്രയോജനിക് CE-20 എന്താണ്? ക്രയോജനിക് എൻജിൻ 20 എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, CE-20 എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? 6 മിഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് GSLV Mark 3-ല്, അതേപോലെ തന്നെ GSLV Mark 2-ലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇന്ത്യ ഹാസ് ഡെവലപ്പ് 2 എൻജിൻ, CE-7.5-ഉം CV-20 രണ്ടുമാണ് യൂസ് ചെയ്തേക്കുന്നത്, രണ്ടുമാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും വലിയൊരു അറിഞ്ഞാൽ മതി, മറ്റൊരു കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിവേ, ഇത്രയും കാര്യങ്ങളാണ് സ്പേസിൽ നമുക്ക് പറയാനുള്ളത്, സ്പേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ പഠിക്കാം. ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കേട്ടതിന് ശേഷം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ നോട്ട് ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ നോക്കുക, എന്നിട്ട് വീണ്ടും ഈ ക്ലാസ് 1x 2x സ്പീഡിൽ ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും ഒന്നും കൂടെ വായിച്ചാൽ സെറ്റ് ആയിരിക്കും. പിന്നെ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്തോ എപ്പോഴെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് കേട്ട് നോക്കുക. നമുക്ക് സ്പേസിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് ഫുൾ മാർക്സ് കിട്ടിക്കണം. ആ 2 മാർക്സ് നമുക്ക് കിട്ടിയിരിക്കണം, തെറ്റിക്കാതെ നമുക്ക് ആ 2 മാർക്ക് കിട്ടിയിരിക്കണം. ഇതാണ് ഇതിന്റെ എയിം. എനിവേ, ഇത് ആ ഒരു എയിമിലേക്ക് നമ്മൾ എത്തിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.